നമസ്കാരം. ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളീയമായ ഒരു ചരിത്ര സംസ്കൃതിയുടെ ബാക്കിപത്രമാണ് മധ്യ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന കെട്ടുകാഴ്ച മഹോത്സവങ്ങൾ. രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ ബുദ്ധമത സംസ്കാരം നിലനിന്നിരുന്നു എന്ന് ചരിത്രാവശിഷ്ടങ്ങൾ രേഖപ്പെടുത്തുന്നു. ആ സംസ്കാരം തിരോഭവിച്ചെങ്കിലും കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള പുരാതന ക്ഷേത്രങ്ങളിൽ അവയുടെ ശേഷിപ്പുകൾ അനുഷ്ഠാനങ്ങളായും കലാരൂപങ്ങളായും നിലനിൽക്കുന്നു. അവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് മധ്യ തിരുവിതാംകൂറിൽ ഇന്നും നടന്നുവരുന്ന കെട്ടുകാഴ്ചകൾ. കെട്ടുകാഴ്ചകൾ അതിൻ്റെ വൈവിധ്യത്തോടെയും അനുഷ്ഠാന തികവോടെയും നടന്നുവരുന്ന പുരാതന ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ വെൺമണി ശാർങ്ങക്കാവ് ദേവീക്ഷേത്രം. കെട്ടുകാഴ്ചകൾ ഒരു ദേശത്തിൻ്റെ ആഘോഷമാണ്. സമൂഹത്തിലെ നാനാജാതി മതസ്ഥരായ ആൾക്കാരുടെ മാസങ്ങളോളമുള്ള കൂട്ടായ അധ്വാനത്തിൻ്റെ സാഫല്യമാണ് കെട്ടുകാഴ്ചകൾ. പ്രാചീന ജനതയുടെ വിശ്വാസങ്ങളിലും കാലക്രമങ്ങളിലും വളരെയേറെ പ്രാധാന്യമുള്ള വിഷു ദിനത്തിലാണ് ചാമക്കാവ് ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച അരങ്ങേറുന്നത്. അച്ചൻകോവിലാറിൻ്റെ തീരത്ത് പ്രശാന്ത സുന്ദരവും സ്വച്ഛശീതളവുമായ വനച്ഛായയുള്ള വലിയ കാവിനോട് ചേർന്നാണ് അനാദിയും പ്രകൃതി സ്വരൂപിണിയുമായ ചാമക്കാവിലമ്മ നാലമ്പലമോ ചുറ്റുവിളക്കോ ശ്രീകോവിൽ മേൽക്കൂരയുടെ തണലോ ഇല്ലാതെ സദാ വരപ്രദായിനിയായി കുടികൊള്ളുന്നത്. യോഗീശ്വരനായ ശാർങ്ങ മഹർഷി തപസ് ചെയ്തിരുന്ന പ്രദേശമാണ് പിന്നീട് ശാർങ്ങക്കാവായും ചാമക്കാവായും രൂപാന്തരപ്പെട്ടത്. ഭക്തജനങ്ങൾക്ക് എന്നും കൗതുക കാഴ്ചയാവുന്ന വാനര സമൂഹം ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. ഓണാട്ടുകരയുടെ പ്രാക്തന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ചാമക്കാവ് ക്ഷേത്രത്തിലെ വിഷു മഹോത്സവവും. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ചില പ്രത്യേക ക്ഷേത്രങ്ങളിലാണ് ഈ ഉത്സവം സംഘടിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് ദേവി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് കെട്ടുകാഴ്ചകൾ സംഘടിപ്പിക്കാറുള്ളത്. ഇത് ബുദ്ധമതത്തിൻ്റെ ഒരു സംഭാവനയായിട്ടാണ് സാധാരണ നമ്മൾ ചരിത്രം പറയുന്നത്. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ചുറ്റുകുളങ്ങര ക്ഷേത്രം, ചാമക്കാവ് ക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ മലനട, നമ്മുടെ കടമ്പനിട്ട, ഇങ്ങനെ കേരളത്തിലെ ഈ തെക്കൻ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും അവരുടെ ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വലിയ തരത്തിലാണ് ഇപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരാചാര അനുഷ്ഠാന സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾക്ക് ഒരു ഉത്സവഛായ പകർന്നുകൊണ്ടുള്ള ഒരു ഒരു രീതിയിലാണ് കെട്ടുകാഴ്ചകളെ നമ്മൾ കാണുന്നത്. ആറ്റുവ, ചെറുമുഖ, ഇടപ്പോൺ, കുന്തല, വെൺമണിയേറം എന്നീ കരകളാണ് ഈ ക്ഷേത്രത്തിലെ ഉപാംഗങ്ങളായ ദേശങ്ങൾ. കെട്ടുകാഴ്ചകൾ അരങ്ങേറുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ചാമക്കാവിലെ കെട്ടുരുപ്പടികൾ. ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന മനുഷ്യ പ്രയത്നത്തിൻ്റെയും കായികക്ഷമതയുടെയും വാസ്തുശില്പ കണക്കുകളുടെയും പുരാതന എഞ്ചിനീയറിങ്ങിൻ്റെയും സർവോപരി അപാരമായ സൗന്ദര്യബോധത്തിൻ്റെയും മികവുറ്റ പ്രകടനമാണ് ചാമക്കാവിലെ കെട്ടുകാഴ്ച ഉരുപ്പടികൾ. ചാമക്കാവിലെ വേലത്തേരുകൾ മറ്റെങ്ങും കാണാൻ കഴിയാത്തതാണ്. ആറ്റുവ, വെൺമണിയേറം കരകൾ ക്ഷേത്ര മൈതാനത്ത് നിർമ്മിച്ച് ഒരുക്കുന്ന വേലത്തേരുകൾ ശില്പവിസ്മയം തന്നെയാണ്. ഇവയുടെ നിർമ്മാണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിശാലമായ ക്ഷേത്ര മൈതാനത്ത് ആരംഭിക്കുന്നു.
ഓണാട്ടുകരയുടെ മാത്രമായ ആയോധന കലാരൂപം. വേലകളി തട്ടിന്മേൽ നിന്ന് കളിക്കാവുന്ന തരത്തിലാണ് ആറ്റുവ വെൺമണിയേറം കരകളുടെ വേലത്തേരിൻ്റെ നിർമ്മാണം. തട്ടിന്മേൽ നിന്ന് വേല കളിക്കുന്നതോടൊപ്പം അച്ചുതണ്ടിലൂടെ തിരിക്കാവുന്നതും ചക്രങ്ങളിലൂടെ നീക്കാൻ കഴിയുന്നതുമായ ആറ്റുവ വെൺമണിക്കരകളുടെ ഈ വേലത്തേരുകൾ വിസ്മയകരമായ കാഴ്ച തന്നെയാണ്. ചാമക്കാവിലെ കെട്ടുകാഴ്ചയിൽ ഏറെ പ്രത്യേകതയുള്ളതും മൗലികവുമാണ് ഇടപ്പോൺകരക്കാർ ഒരുക്കുന്ന കണിക്കുതിര. ചാമക്കാവിൽ അമ്മ വിഷുവിന് കണി കണ്ടുണരുന്നത് ഈ കുതിരയുടെ ദർശനത്തോടെയാണ്. ദേവിക്ക് അഭിമുഖമായി അച്ഛൻ കോവിലാറ്റിനക്കരെയുള്ള നിരപ്പൊത്ത പുരയിടത്തിൽ വെച്ചാണ് കെട്ടുരുപ്പടി നിർമ്മിക്കുന്നത്. സാധാരണ ഭൂമിക്ക് ലംബമായി വളരെ ഉയരത്തിലേക്ക് പണിതു പോകുന്നതാണ് തേരിൻ്റെയും കുതിരയുടെയും ചട്ടങ്ങൾ. കണിക്കുതിരയുടെ ചട്ടത്തിൻ്റെ മുൻഭാഗം കൂടാരം താഴെ വെച്ച് നിർമ്മിച്ച് പിന്നീട് ഉയർത്തി ചട്ടത്തിന് മുകളിലായി ഉറപ്പിക്കുകയാണ്. ഏറെ ആയാസകരവും ഒരു വലിയ സമൂഹത്തിൻ്റെ കൂട്ടായ പരിശ്രമവും ആവശ്യമുള്ളതാണ് ഈ പ്രക്രിയ. തേര് സർവാലങ്കാരത്തോടെ മറുകരയിലെ അമ്മയുടെ സവിധത്തിന് അഭിമുഖമായി നിർത്തുന്നു. അമ്മയുടെ വിഷുക്കണിയായ ഇടപ്പോൺകരയുടെ കണിക്കുതിര ദർശിക്കുന്നതിനായി അനേകം ഭക്തജനങ്ങളാണ് എത്തുന്നത്. അച്ചൻ കോവിലാറിൻ്റെ തീരത്ത് പരിലസിക്കുന്ന ചാമക്കാവിലമ്മയുടെ സന്നിധിയിലേക്ക് നദിയിലൂടെ ഒഴുകിയെത്തുന്ന ആറ്റുവ ചെറുമുഖ കുന്തലക്കരകളുടെ കെട്ടുരുപ്പടികൾ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ്. നദീതീരത്ത് വെച്ച് തയ്യാറാക്കുന്ന കെട്ടുരുപ്പടികളിൽ കൂട്ടിക്കെട്ടിയ വള്ളത്തിലേക്ക് കയറ്റുന്നത് ഒരു ദേശത്തിൻ്റെ മുഴുവൻ സമർപ്പണത്തിൻ്റെ ഫലമായിട്ടാണ്. സായാഹ്ന സൂര്യൻ്റെ തുടിപ്പുകളിൽ അതിമനോഹരമായ ദൃശ്യവിരുന്ന് കൂടിയാണ് നദിയിലൂടെയുള്ള കെട്ടുരുപ്പടികളുടെ വരവ്. അനേകം ആളുകളുടെ അനേക ദിവസങ്ങളിലെ കഠിനാധ്വാനമാണ് കെട്ടുരുപ്പടിയുടെ നിർമ്മാണത്തിലുള്ളത്. കാവിനോട് ചേർന്ന വലിയ മരത്തിൻ്റെ ചുവടെയാണ് വെൺമണിയേറം കരയുടെ തേരിൻ്റെ നിർമ്മാണം. കെട്ടുകാഴ്ചയുടെ നിർമ്മാണ പുരോഗതിയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് കെട്ടുമൂട്ടിലെ കഞ്ഞിയും മുതിരപ്പുഴുക്കും. നാനാദേശത്തു നിന്നും എത്തുന്നവർ അമ്മയുടെ പ്രസാദമായി ആസ്വാദ്യകരമായി കഞ്ഞി കഴിച്ച് മടങ്ങുന്നു. ചാമക്കാവ് വിഷു കെട്ടുകാഴ്ച സന്ധുബന്ധുക്കളുടെ ഒത്തുകൂടലിൻ്റെ ആഹ്ലാദവേളകൾ കൂടിയാണ്. വിഷുക്കണി പോലെ തന്നെ വിഷു സദ്യയും ദേശക്കാർക്ക് പ്രാധാന്യമുള്ളതാണ്. വിഷു ഉത്സവത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വേലയ്ക്കെഴുന്നള്ളത്ത്, വിളക്കിനെഴുന്നള്ളത്ത് എന്നിവയും പ്രാധാന്യമർഹിക്കുന്നതാണ്. വിഷു രാത്രിയിൽ ഉദയം 3 മണിയോടെ ക്ഷേത്ര മൈതാനിയിലേക്ക് എഴുന്നള്ളിക്കുന്ന ദേവി ആറ്റുവ വെൺമണിക്കരകളുടെ വേലപ്പന്തലുകളിലെ വേലകളെയും കണ്ട് മടങ്ങുന്നു. പിന്നീട് 5 മണിയോടെ വലിയ ജീവതയിൽ ദേവിയെ ആവാഹിച്ച കണ്ണാടിബിംബം പ്രതിഷ്ഠിച്ച് എഴുന്നള്ളിക്കുന്നു. കെട്ടുരുപ്പടികളും പള്ളി വിളക്കുകളും കണ്ട് സംപ്രീതയായി ദേവി മടങ്ങുന്നു. കെട്ടുകാഴ്ചകൾ കാർഷിക സംസ്കാരത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും ഉത്സവം കൂടിയാണ്. വിഷുക്കാലം
ചാമക്കാവിൻ്റെ വിശാലമായ മൈതാനം വലിയ വിപണന കേന്ദ്രം കൂടിയാവുന്നു. കൃഷി ഉരുപ്പടികൾ, വീട്ടുപകരണങ്ങൾ, വിത്തുകൂലികൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങി ആധുനിക ഗൃഹോപകരണങ്ങൾ വരെ ലഭിക്കുന്ന ഈ വിപണന മേളയിൽ അനേകായിരങ്ങൾ പങ്കെടുക്കുന്നു. ചാമക്കാവിലെ കെട്ടുത്സവം എന്ന് പറയുമ്പോൾ അല്ലെ വിഷുവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്ന് പറഞ്ഞാൽ ജാതിമത ഭേദമന്യേ സർവ്വമനുഷ്യനും വരുന്നൊരു ഉത്സവം. അപ്പോൾ ജനങ്ങൾക്ക് ഒത്തൊരുമിക്കാൻ, ആഹ്ലാദിക്കാൻ, സംസാരിക്കാൻ, കൂടിച്ചേരാൻ ഉള്ളൊരിടം കൂടിയായിട്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇതിനെ കണ്ടത്. ഇത് ആത്മനിർവൃതിയുടെ, ആത്മഹർഷത്തിൻ്റെ, ആത്മസമർപ്പണത്തിൻ്റെ, ജന്മസാഫല്യത്തിൻ്റെ പുണ്യം. ചാമക്കാവിലമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.